ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളിടുന്ന പല വീഡിയോൻ്റെയും താഴെ വരുന്ന മെജോറിറ്റി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബിടെക് കഴിഞ്ഞ ആളുകൾക്ക് മെർച്ചൻ്റ് നേവിയിൽ കയറാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ബിടെക് കഴിഞ്ഞ ആളുകൾക്ക് മെർച്ചൻ്റ് നേവിയിൽ കയറാം, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിലൊരു മെയിൻ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പല വീഡിയോയിലും നമ്മൾ കണ്ടൊരു കാര്യമാണ്, നമ്മൾ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്നാലും അത് ഫുള്ള് കാണാതെ വീഡിയോ പാതി കണ്ടിട്ട് താഴെ കമൻറ്റിൽ വന്നിട്ട് അതേ സെയിം കാര്യം നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നാൽ മാത്രമാണ് എന്താ കാര്യങ്ങളെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, എന്താണ് മെർച്ചൻ്റ് നേവി? മെർച്ചൻ്റ് നേവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഡ്സ് ആൻഡ് സർവീസ് കടൽ മാർഗം കപ്പലിലൂടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഫീൽഡ്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പറയുന്നതാണ് മെർച്ചൻ്റ് നേവി എന്നുള്ളത്. അപ്പോൾ അത് ഇന്ത്യൻ നേവിയോ അല്ലെങ്കിൽ ഡിഫൻസോ ആയിട്ട് ഒരു ബന്ധവുമില്ല, നമ്മൾ പ്യൂർലി പ്രൈവറ്റ് ആയൊരു സംഭവമാണ്. നമുക്ക് പലരും ഡിഫെൻസീവായ സംഭവങ്ങളായിട്ട് ബന്ധമുള്ളതാന്ന് പറഞ്ഞിട്ടാണ് നേവി എന്നുള്ള ഒരു റിലേറ്റഡ് ആയ സംഭവത്തിലേക്ക് വരാത്തത്. അപ്പോൾ ചിലർ ഇന്ത്യൻ നേവിയോട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ഇന്ത്യൻ നേവിയിൽ കിട്ടില്ല, അങ്ങനെ മെർച്ചൻ്റ് നേവിയിൽ വരുന്ന ആളുകളുണ്ട്. എന്തായാലും ഇത് ഡിഫെൻസീവായിട്ടൊരു ബന്ധമില്ലാത്തൊരു ഫീൽഡാണ് മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ, അതായത് ബിടെക്കിൽ എന്തൊക്കെ ബ്രാഞ്ച് പഠിച്ചവർക്ക് മെർച്ചൻ്റ് നേവിയിൽ കയറാം? അതിൽ 4 ബ്രാഞ്ച് പഠിച്ചവർക്ക് മെർച്ചൻ്റ് നേവിയിൽ കയറാൻ വേണ്ടി പറ്റും. ഫസ്റ്റത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, രണ്ടാമത്തെ മറൈൻ എഞ്ചിനീയറിങ്, മൂന്നാമത്തെ ട്രിപ്ലി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്, നാലാമത്തെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്. അപ്പോൾ ട്രിപ്ലി EC പഠിച്ചവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മെർച്ചൻ്റ് നേവിയിൽ കയറാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്, ഫൈനൽ ഇയറിൽ 50% മാർക്കിൻ്റെ എബവ് വേണം. അതേമാതിരി +2 ഇംഗ്ലീഷിൽ 50% മാർക്ക് സ്കോർ ചെയ്ത ഒരാളായിരിക്കണം. അതും ഇത് മിനിമം റിക്വയർമെൻ്റ് ആണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും. ഇപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള കോളേജൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഡിഗ്രി പഠിക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സാകലെന്നാണ്. അപ്പോൾ അത് ബയോളജി ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും +2 പാസ്സായി കഴിഞ്ഞാൽ ഡിഗ്രി പഠിക്കാമെന്ന് പറയും. പക്ഷേ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും, ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പറയും 80% അല്ലെങ്കിൽ 90% മാർക്കില്ല എന്നുണ്ടെങ്കിൽ അവർ അലോട്ട്മെൻറ്റിൽ അവിടെ എടുക്കില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഇതൊക്കെ മിനിമം റിക്വയർമെൻ്റ് ആണ്. 50% മാർക്കുള്ള ഒരാൾക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ കിട്ടണമെന്നില്ല. സ്പോൺസർഷിപ്പ് എക്സാം അവരുടെ കമ്പനിക്ക് എടുക്കണമെന്നില്ല, കാരണം മാർക്ക് കുറവായതുകൊണ്ട്. മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും അതായത് മുന്നേ ചെയ്ത എല്ലാ വീഡിയോയിലും 60% മാർക്ക് മതി +2, 50%, 55% മാർക്ക് മതി +2. അങ്ങനെ മിനിമം റിക്വയർമെൻറ്റ് നോക്കിയിട്ട് ആരും നോക്കണ്ട. കാരണം മിനിമം റിക്വയർമെൻറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു കമ്പനി നിങ്ങളെ എടുക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ അത് മിനിമം റിക്വയർമെൻറ്റുള്ള ഒരാളെ എടുക്കാം, പക്ഷെ ഒരു കമ്പനിയും അങ്ങനെ മിനിമം കറക്റ്റ് 55% അല്ലെങ്കിൽ 50% മാർക്കുമായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു കമ്പനി എടുക്കില്ല. അപ്പോൾ അതാണ് റിക്വയർമെൻറ്റിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതായത് ട്രിപ്പിളി അല്ലെങ്കിൽ EC എടുത്ത ആൾ പഠിക്കേണ്ട കോഴ്സ് എന്ന് പറയുന്നത് ETO എന്ന് പറയുന്ന കോഴ്സാണ്. ഇനി ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ എടുക്കേണ്ട കോഴ്സ് എന്ന് പറയുന്നത് GME എന്ന് പറഞ്ഞ കോഴ്സാണ്. പിന്നെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എടുത്ത ഒരാൾക്ക് എന്ന് പറയുന്നത് വേറൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഷിപ്പിൽ കയറാൻ വേണ്ടി പറ്റും. അപ്പം ഈ 3 കോഴ്സ് പഠിച്ചവർക്ക്, അത് EC ആൻഡ് ട്രിപ്ലി പഠിച്ച ആൾക്ക് പഠിക്കേണ്ടത് ETO എന്ന് പറഞ്ഞ കോഴ്സും, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്ക് പഠിക്കേണ്ടത് GME എന്ന് പറഞ്ഞൊരു കോഴ്സുമാണ്. ഇനി അങ്ങനെ നിങ്ങൾ കോഴ്സ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത ഒരാൾ ഷിപ്പിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിൻ കാഡറ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആയിരിക്കും. 4 മാസത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോമൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TME ട്രെയിനി മറൈൻ എഞ്ചിനീയർ ഓർ ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളൊരു പോസ്റ്റ് ആയിരിക്കും കിട്ടുക, 4 മാസത്തെ എക്സ്പീരിയൻസ് ആയ. ഇനി 4 മാസത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പെർഫോമൻസ് ഓക്കെയാണ്, നിങ്ങൾ എക്സാം, അതായത് ക്ലാസ് 4 4th എഞ്ചിനീയർ ആകാൻ വേണ്ടി എക്സാം ഉണ്ട്, ആ ക്ലാസ് 4 എക്സാം ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് 4th എഞ്ചിനീയർ എന്നുള്ളൊരു പോസ്റ്റ് ആയിരിക്കും. ഇനി 4th എഞ്ചിനീയറിന് കഴിഞ്ഞു നിങ്ങൾ എക്സാം, അതായത് 12 months എക്സ്പീരിയൻസ് ആയി, എന്നിട്ട് 12 months എക്സ്പീരിയൻസ് ആയ കമ്പനി നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് 3rd എഞ്ചിനീയർ എന്നുള്ള റാങ്കിലേക്കായിരിക്കും. 3rd എഞ്ചിനീയറിന് നിങ്ങൾക്ക് 12 months എക്സ്പീരിയൻസ് പ്ലസ് എക്സാം, സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ എക്സാം ഉണ്ടായിരിക്കും, ക്ലാസ് 2 എക്സാം. ക്ലാസ് 2 ക്ലിയർ ആയാൽ നിങ്ങൾ എത്തുന്ന പോസ്റ്റ് വരുന്നത് സെക്കൻഡ് എഞ്ചിനീയർ.
പിന്നെ ചീഫ് എഞ്ചിനീയറിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. അതിന് എക്സ്പീരിയൻസ് ആയിരിക്കും. എക്സാം എഴുതി നിങ്ങൾ എത്തുന്ന പോസ്റ്റ് പറയുന്നത് ചീഫ് എഞ്ചിനീയർ ആയിരിക്കും. അങ്ങനെയാണ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ച ഒരാൾ കയറാൻ പോകുന്നത്. ഇനി ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങോ പഠിച്ച ഒരാൾ കയറുന്ന, അതായത് പഠിക്കുന്ന ETO പഠിച്ച് കയറുന്ന ഒരാൾ കയറുന്നത് ട്രെയിനി ETO എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. എന്നിട്ട് ട്രെയിനി ETO എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ 1-2 ഷിപ്പ് കഴിഞ്ഞാൽ കമ്പനി നിങ്ങളെ ETO എന്നുള്ളൊരു പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യും. പിന്നെ അവിടുന്ന് വേറെ റാങ്കൊന്നുമില്ല. ETO ആണ് മാക്സിമം നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന പോസ്റ്റ്. ഇനി സാലറി എന്ന് പറയുന്നത് ഈ ട്രെയിനി ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ, ഇത് ETO എന്ന് പറയുന്ന പോസ്റ്റിന് സ്റ്റാർട്ടിങ് സാലറി $750, അതായത് ഏകദേശം 60,000-70,000 റേഞ്ച് ആയിരിക്കും. ഡോളർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും. എന്നാലും ഏകദേശം ഒരു 60,000 രൂപയായിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി ഉണ്ടായിരിക്കുക. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ട് ETO എന്നുള്ള പോസ്റ്റിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ഏകദേശം 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് മാസം സാലറി ഉണ്ടായിരിക്കുക. ഇനി ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്ക് ഫസ്റ്റ് കയറുന്ന റാങ്ക് എഞ്ചിൻ കാഡറ്റ് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 50,000 രൂപയോളം സാലറി ഉണ്ടായിരിക്കും. ഇതൊക്കെ USDയിലായിരിക്കും, എന്നാലും കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച് വരും. 40,000 രൂപ മുതൽ 50,000 രൂപ വരെ ഫസ്റ്റ് സാലറി. എന്നിട്ട് 4 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയ TME എന്ന് പറയുന്ന സമയത്ത്, അത് TME ആയ റാങ്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഏകദേശം 60,000 രൂപയോളം ആയിരിക്കും. അതായത് 55,000 രൂപ മുതൽ 60,000 രൂപ വരെ ആയിരിക്കും നിങ്ങളുടെ സാലറി ഉണ്ടാകുക. അതും ഡോളറിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് മാറും. കാരണം നിങ്ങളുടെ സാലറി വരിക USDയിലായിരിക്കും. USDയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സാലറിയും ചേഞ്ച് ആവും. ഇനി അവിടുന്ന് മാറിയിട്ട് 4th എഞ്ചിനീയർ എന്നുള്ള റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം രൂപ വരെയും സാലറി ഉണ്ടാകുക. 4th എഞ്ചിനീയറിന് മാറിയിട്ട് 3rd എഞ്ചിനീയർ ആകുന്ന സമയത്ത് ഏകദേശം 3 ലക്ഷം മുതൽ 4.5 ലക്ഷം രൂപ വരെ സാലറി ഉണ്ടാകും. അത് ഓരോ എന്താ പറയുക ടൈപ്പ് ഓഫ് ഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേമാതിരി ഡോളറിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ 3rd എഞ്ചിനീയറിന് 2nd എഞ്ചിനീയർ ആകുന്ന സമയത്ത് ഏകദേശം 6.5 ലക്ഷം മുതൽ 8.5 ലക്ഷം രൂപ വരെ ആയിരിക്കും. പിന്നെ ചീഫ് എഞ്ചിനീയർ ആയിരിക്കുന്ന സമയത്ത് 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ, അതും ടൈപ്പ് ഓഫ് ഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രത്തോളമായിരിക്കും സാലറി ഉണ്ടായിരിക്കുക. ഇനി എങ്ങനെയാണ് ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് ഷിപ്പിൽ കയറാനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, ബിടെക് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പോൺസർഷിപ്പ് എക്സാം ക്ലിയർ ആകണം. അത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ക്ലിയർ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവരുടെ സ്പോൺസർഷിപ്പ് എക്സാം എഴുതാം. അപ്പോൾ അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആംഗ്ലോ ഈസ്റ്റേൺ നടത്തുന്നുണ്ട്, ഗ്രേറ്റ് ഈസ്റ്റേൺ നടത്തുന്നുണ്ട്, സമുദ്ര നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സ്പോൺസർഷിപ്പ് എക്സാം ഉണ്ടായിരിക്കും. എക്സാം ക്ലിയർ ആയി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ ക്ലിയർ ആയ മെഡിക്കൽ ഉണ്ടായിരിക്കും. മെഡിക്കലും ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ലെറ്റർ കിട്ടും. സ്പോൺസർഷിപ്പ് ലെറ്റർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ ജോലിക്ക് എടുത്തു എന്നുള്ള ഒരു എന്താ പറയുക അഷ്വറൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കമ്പനിയിൽ അവരുടെ ഷിപ്പിലേക്ക് എടുത്തു എന്നുള്ളതിൻ്റെ അഷ്വറൻസ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്പോൺസർഷിപ്പ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബിടെക് മെക്കാനിക്കൽ എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ GME എന്ന് പറഞ്ഞ കോഴ്സ് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ GME എന്ന് പറഞ്ഞ കോഴ്സ് ഏകദേശം 1 വർഷം ഉണ്ടായിരിക്കും. അതിൽ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടും 8 മാസത്തെ പ്രീ-സി കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് പഠിപ്പിക്കുന്നതും 4 മാസം നമ്മളിനെ ഷിപ്പിലേക്ക് പറഞ്ഞയച്ചിട്ട് ഷിപ്പിൽ വെച്ചിട്ടുള്ള ട്രെയിനിങ്ങും ആയിരിക്കും. ആ 4 മാസം നമുക്ക് സാലറി ഉണ്ടായിരിക്കും. ഇനി ETO എന്ന് പറഞ്ഞ കോഴ്സ് ഏകദേശം 4 മാസത്തെ കോഴ്സ്, അതായത് ഏകദേശം ഒരു സെം ഉള്ളൂ. അതിൽ ആ ഒരു സെം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ച് ആവും. ഏകദേശം GMEക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 6 ലക്ഷം ആ ഒരു റേഞ്ചാണ്. ETOന് വരുന്ന ഫീസ് പറയുന്നത് 4.5 ലക്ഷം 5 ലക്ഷം ആ ഒരു റേഞ്ചാണ്. ഇനി നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങളെടുത്ത് സ്പോൺസർഷിപ്പോടെ എന്ന് പറയുകയെന്ന് വെച്ചാൽ അവർ എന്താ പറയുക അവരുടെ ഷിപ്പിലേക്ക് എടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഏത് റാങ്കാണോ നിങ്ങൾക്ക് വരുന്നത് വെച്ചാൽ ആ റാങ്ക് തരും. എന്നിട്ട് ഓരോ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് ഓരോ റാങ്കിൽ നിന്ന് ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് മാക്സിമം പോസ്റ്റ് വരെ എത്താം. മാക്സിമം സാലറി നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് എന്താ പറയുക ഷിപ്പിൽ കയറാമെന്ന് പറ്റുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.